CPM-നകത്തുള്ള തർക്കം, പരസ്പര പോരും പരസ്പര തർക്കങ്ങളും വേണ്ടി വന്നാൽ ആ വിഭാഗീയതുമൊക്കെ പാർട്ടിക്കകത്തായിരുന്നു ഇത്രയും കാലം. ഇപ്പോഴിതാ നടു റോഡിൽ എത്തിയിരിക്കുന്നു ഇവർ തമ്മിലുള്ള കയ്യാങ്കളിയും തമ്മിലടിയും എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ പല സ്ഥലത്തും സംഭവിച്ചു എന്നുള്ള വിവരമാണ് വരുന്നത്. നേരത്തെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ വെച്ച് ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം വരികയും ചെറിയ കയ്യാങ്കളികൾ നടക്കുകയും ചെയ്തിട്ടുണ്ട്. ലോക്കൽ കമ്മിറ്റികൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത ചെയ്തിരുന്നു. ഈ ബ്രാഞ്ച് സമ്മേളനത്തിൽ ഒരു ലൈംഗിക പീഡനത്തിന് കേസെടുക്കപ്പെട്ട ഒരുത്തനെ ലോക്കൽ സമ്മേളന പ്രതിനിധിയായിട്ട് തിരഞ്ഞെടുത്തത്, ആ ബ്രാഞ്ച് സമ്മേളനത്തിൽ തിരഞ്ഞെടുത്തത് നേതാക്കന്മാർ വന്നിരുന്ന് നിർബന്ധപൂർവ്വം തീരുമാനിപ്പിച്ചെടുത്തു. അടുത്ത ലോക്കൽ കമ്മിറ്റി കൂടിയപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടന്നു. ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഈ പീഡകനായ ഒരുത്തനെ, സ്ത്രീ പീഡകനായ ഒരുത്തനെയാണോ നിങ്ങൾ വീണ്ടും പാർട്ടിയുടെ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുന്നത്? ഇതെന്തോന്നു പാർട്ടി, ഇതാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ചിലർക്ക് പിടിച്ചില്ല. നീ അത്രയ്ക്ക് വലിയ കമ്മ്യൂണിസ്റ്റ് ആവണ്ടെന്ന് പറഞ്ഞ് ചില ലോക്കൽ കമ്മിറ്റി മെമ്പർമാർ ചാടി വീണു. തമ്മിലടിയായി ലോക്കൽ കമ്മിറ്റി, ജില്ലാ നേതാക്കന്മാരിക്കുന്ന കമ്മിറ്റി പിരിച്ചുവിടുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ, ബ്രാഞ്ചുകളിൽ തമ്മിൽ അടിയടക്കുന്ന സംഭവങ്ങൾ നിരവധി നടക്കുന്നുണ്ട്. പക്ഷേ ആ വിഷയം റോഡിലേക്ക് വന്ന് പാതിരാത്രി റോഡിൽ കിടന്ന് ചേരിതിരിഞ്ഞ് തമ്മിലടിക്കുന്നത് ഇതാ തുടങ്ങിയിരിക്കുന്നു. ഇനി ലോക്കൽ സമ്മേളനങ്ങളും ഏരിയ സമ്മേളനങ്ങളും ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ എത്രമാത്രം രൂക്ഷമാകും, കേരളത്തിലൊരു സാമൂഹ്യ പ്രശ്നമായിട്ട് അത് മാറിക്കൂടുകയില്ല എന്ന് നമുക്ക് സംശയിക്കേണ്ടതാണ്. എന്തായാലും CPI ലോക്കൽ കമ്മിറ്റി അംഗം ഉൾപ്പെടെ 6 പേർ അറസ്റ്റിലായിരിക്കുകയാണ്. അതായത് നട റോഡിൽ കിടന്ന് അർദ്ധരാത്രി പരസ്പരം പാർട്ടി കാര്യങ്ങൾ പറഞ്ഞ് തമ്മിലടിച്ചു. അവസാനം പോലീസ് വന്നു. അവസാനം 6 പേരെ അറസ്റ്റ് ചെയ്തു. കൊച്ചിയിലെ നട റോഡിൽ CPM പ്രവർത്തകർ ചേരിതിരിഞ്ഞ് തമ്മിലടിച്ച സംഭവത്തിൽ CPM ലോക്കൽ കമ്മിറ്റി അംഗം ഉൾപ്പെടെ 6 പേരാണ് അറസ്റ്റിലായത്. പൂണിത്തുറ ലോക്കൽ കമ്മിറ്റി അംഗം സുരേഷ് ബാബു, സൂരജ് ബാബു, പൂണിത്തുറ അയ്യങ്കാളി റോഡ് കളത്തിപ്പറമ്പിൽ സൂരജ്, എരൂർ കൊമ്പപ്പറമ്പ് പള്ളിക്കൽ ബൈജു, കുളത്തിപ്പറമ്പിൽ സനീഷ്, മരട് മഠത്തിൽ NK സുനിൽകുമാർ എന്നിവരെയാണ് മരട് പോലീസ് അറസ്റ്റ് ചെയ്തത്. അപ്പോൾ സംഭവം അവരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡും ചെയ്തു എന്നാണ് അറിയുന്നത്. ശനിയാഴ്ച രാത്രിയാണ് പേട്ട ജംഗ്ഷനിൽ, കൊച്ചിയിലെ പേട്ട ജംഗ്ഷനിൽ CPM പ്രവർത്തകർ ഏറ്റുമുട്ടിയത്. സംഭവത്തിൽ പാർട്ടി ലോക്കൽ സെക്രട്ടറി PR സത്യൻ ഉൾപ്പെടെ 9 പേർക്ക് പരിക്കേറ്റിരുന്നു. പൂണിത്തുറ ലോക്കൽ കമ്മിറ്റിയിൽ നിലനിൽക്കുന്ന തർക്കങ്ങളാണ് അടിപിടിയിൽ എത്തിയതെന്നും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഇപ്പം വരുന്നുണ്ട്. മട്ടന്നൂരിലെ ദേശാഭിമാനി ലേഖകനായ ഒരു ശരത് പൂത്തുക്കുടിയെ പോലീസ് കയ്യേറ്റം ചെയ്തു എന്ന് അയാൾ തന്നെ അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നു. മട്ടന്നൂർ ദേശാഭിമാനി ലേഖനാണ്. അത് വളരെ കാലമായിട്ട് അദ്ദേഹം അവിടുത്തെ ദേശാഭിമാനിയുടെ പ്രാദേശിക ലേഖനാണെന്ന് പറയുന്നു. അവിടെ മട്ടന്നൂർ പോളിടെക്നിക് കോളേജ് ഇലക്ഷൻ റിപ്പോർട്ട് ചെയ്യാൻ പോയ തന്നെ പോലീസ് അകാരണമായി മർദ്ദിച്ചുവെന്നും ഷാത്ത് ആരോപിക്കുന്നുണ്ട്. അയാൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അദ്ദേഹം ആശുപത്രിയിലുമാണ്, ചികിത്സയാണ്. പോലീസ് അടിച്ചു, തന്നെ ഒരുപാട് ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് ചികിത്സയിലുമാണ്. എന്തായാലും ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. ദേശാഭിമാനി ലേഖനാണെങ്കിൽ കൊമ്പുണ്ട്, പോലീസിനോട് ആ കൊമ്പ് കൊണ്ട് കോർക്കാം എന്നാണ് ഈ പാവം ലേഖകൻ വിചാരിച്ചത്. പക്ഷേ പോലീസാകെ മാറിപ്പോയെന്നും പിണറായി വിജയൻ്റെ കൺട്രോളിലല്ല ഇപ്പോൾ പോലീസ് എന്നും ADGP അജിത് കുമാറിൻ്റെ തൊപ്പി ധരിച്ചതൊന്നും ഈ പാവം ലേഖകൻ മനസ്സിലായി കാണില്ല. ഇപ്പോഴും താൻ ദേശാഭിമാനി ലേഖനായതുകൊണ്ട് പോലീസിനെ ചെന്ന് ഞെളിഞ്ഞു നീക്കാമെന്ന് വിചാരിച്ചു, പറ്റിപ്പോയി. എന്തായാലും മട്ടന്നൂർ പോളിടെക്നിക് കോളേജിലെ തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യാൻ എത്തിയ ഈ ദേശാഭിമാനി ലേഖനം പോലീസ് നന്നായിട്ട് കണക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും അയാൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അയാൾ ആശുപത്രിയിലാണെന്നും പറയുന്നുണ്ട്. എന്തായാലും കാര്യങ്ങൾ കൊള്ളാം.